ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ഹരിശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. എല്ലാവർക്കും നമസ്കാരം. സന്താന ഗോപാലം കഥ. ദ്വാരകയ്ക്കടുത്ത് ഭവനം നിർമ്മിച്ച് ഒരു ബ്രാഹ്മണശ്രേഷ്ഠൻ വസിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഭവത്രാതൻ എന്നായിരുന്നു. അദ്ദേഹം വൃദ്ധനായിരുന്നു. അദ്ദേഹത്തിന് അഹങ്കാരം തീരെയില്ലായിരുന്നു. സാത്വിക ഗുണം കൂടുതലുണ്ടായിരുന്നു. ഇദ്ദേഹം വൃദ്ധനായതുകൊണ്ട് മകനായിരുന്നു കുടുംബകാര്യങ്ങൾ നോക്കിയിരുന്നത്. മകൻ വിവാഹിതനായിരുന്നു. വേദങ്ങളും ഉപനിഷത്തുകളും തർക്കശാസ്ത്രങ്ങളും പഠിച്ച ഒരു മഹാവിദ്വാനായിരുന്നു ഭവത്രാത ബ്രാഹ്മണൻ്റെ ഈ പുത്രൻ. ഇദ്ദേഹത്തിന് പാണ്ഡിത്യകർവ് കൂടുതലായിരുന്നു. വന്ദിക്കേണ്ടവരെ പോലും വന്ദിക്കുകയില്ലെന്ന് മാത്രമല്ല, അവരോടെല്ലാം പുച്ഛവുമായിരുന്നു. മകൻ ഇങ്ങനെ ആയതിൽ ഭവത്രാതന് വളരെ ദുഃഖമുണ്ടായിരുന്നു. ഭവത്രാതൻ ഒരിക്കൽ മകനെ വിളിച്ച് ഉപദേശിച്ചു. നീ പണ്ഡിതൻ ഒക്കെ തന്നെയാണ്, എന്നാൽ നിന്റെ സ്വഭാവം അഹങ്കാരം നിറഞ്ഞതാണ്. ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുന്നില്ലെന്ന് മാത്രമല്ല, അവരെ നിന്ദിക്കുകയും ചെയ്യുന്നു. നിന്റെ ഈ പാണ്ഡിത്യഗർവവും അഹങ്കാരവും നാശത്തിനും ദുഃഖത്തിനും ഇടയാക്കും. അതുകൊണ്ട് ഇനിയെങ്കിലും അഹങ്കാരം ഉപേക്ഷിച്ച് നല്ലവനായി ജീവിക്കൂ. വൃദ്ധനായ പിതാവിൻ്റെ ഉപദേശം മകൻ വളരെ നിസ്സാരമായി തള്ളി. കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിൽ തിരിച്ചെത്തി. ദ്വാരകാവാസികളും ബന്ധുജനങ്ങളും ഭഗവാനെ അത്യാഹ്ലാദത്തോടെ എതിരേറ്റു. പ്രകൃതിയും വളരെ സന്തോഷത്തിലായിരുന്നു. രാജ്യത്തൊരിടത്തും വരൾച്ചയോ പ്രളയമോ ഇല്ല. സുഖകരമായ കാലാവസ്ഥ. ധാന്യങ്ങളും പഴങ്ങളും പച്ചക്കറികളും കൃഷിക്കാർക്ക് സുലഭമായി വിളയിക്കാൻ കഴിഞ്ഞിരുന്നു. എല്ലാ ദിക്കിലും സമ്പൽ സമൃദ്ധി. എല്ലാവരും സന്തോഷത്തിലാണ്. ഭഗവാൻ വാഴുന്നിടത്ത് ലക്ഷ്മീദേവി ഇല്ലാതിരിക്കില്ലല്ലോ. ലക്ഷ്മീദേവി വസിക്കുന്നിടത്ത് ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കും എന്തെങ്കിലും കുറവുണ്ടാകുമോ? എവിടെയും ദുർമരണങ്ങളില്ല. ഉഗ്രസേന മഹാരാജാവായിരുന്നു രാജ്യത്തിൻ്റെ രാജാവ്. എങ്കിലും ഭരണകാര്യങ്ങൾ നിർവഹിച്ചിരുന്നത് ബലരാമൻ ആയിരുന്നു. ഭവത്രാതൻ്റെ പുത്രനായ യുവബ്രാഹ്മണൻ്റെ ഭാര്യയുടെ പ്രസവ സമയം അടുത്തു. ഇല്ലത്തെല്ലാവരും വളരെ സന്തോഷത്തിലാണ്. പ്രത്യേകിച്ച് യുവബ്രാഹ്മണൻ്റെ അച്ഛനും അമ്മയും. ബ്രാഹ്മണ യുവാവും അച്ഛനാകാൻ പോകുന്നതിൻ്റെ സന്തോഷത്തിലായിരുന്നു. ഈറ്റില്ലത്തിന് പുറത്ത് ഈ ബ്രാഹ്മണ യുവാവ് കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കാൻ കാതോർത്തി ഇരിക്കുകയാണ്. അപ്പോഴാണ് സൂതികർമ്മിണി മ്ലാനമായ മുഖത്തോടെ പുറത്തേക്ക് വന്നത്. പ്രസവിച്ചില്ലേ? യുവാവിന് ക്ഷമയടക്കാൻ കഴിഞ്ഞില്ല. സൂതികർമ്മിണി പറഞ്ഞു, പ്രസവിച്ചു, പക്ഷേ കുഞ്ഞ് ചാവിള്ളയാണ്. ഇത് കേട്ടതും വിപ്രൻ നിശ്ചേഷ്ടനായി തലയിൽ കൈവച്ചിരുന്നു പോയി. മറ്റുള്ളവർ ഒരുവിധം സമാധാനിപ്പിച്ച് ഇദ്ദേഹത്തെ ഇല്ലത്തേക്ക് കൊണ്ടുപോയി. കുറച്ചു കഴിഞ്ഞ് ഈ യുവാവ് കുഞ്ഞിൻ്റെ മൃതശരീരവും എടുത്ത് ദ്വാരകയിലേക്ക് തിരിച്ചു. കുഞ്ഞിൻ്റെ ശരീരം ദ്വാരക കവാടത്തിൽ കിടത്തി ഇദ്ദേഹം വിലപിക്കാൻ തുടങ്ങി. അവിടെയുള്ള യാദവർക്കെല്ലാം ഈ ബ്രാഹ്മണ യുവാവിനെ അറിയാമായിരുന്നു. അഹങ്കാരിയായ ഈ ബ്രാഹ്മണന് ഇങ്ങനെ വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന് അവർ അന്യോന്യം പറയുന്നുണ്ടായിരുന്നു. സമയം കുറേ കടന്നുപോയി. ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ
ബ്രാഹ്മണ യുവാവിന് അതിയായ കോപമുണ്ടായി. അദ്ദേഹം ശ്രീകൃഷ്ണനെ നിന്ദിക്കുവാൻ തുടങ്ങി. ധർമ്മിഷ്ഠനായ രാജാവ് ഭരിക്കുന്ന രാജ്യത്ത് ബാലമരണമുണ്ടാവുകയില്ല. ഇവിടെ രാജാവ് ഉഗ്രസേനാണെങ്കിലും ഭരിക്കുന്നത് മാധവനാണ്. 16,000 ഭാര്യമാരോടൊത്ത് ശൃംഗരിച്ചും സല്ലപിച്ചും കഴിയുന്ന മാധവന് എവിടെ പ്രജകളുടെ കാര്യം നോക്കാൻ സമയം? രാജ്യം മുടിഞ്ഞാലും ഈ കേശവനൊന്നും പ്രശ്നമല്ല. ഇതു കേട്ട് യാദവരാരും പ്രതികരിച്ചില്ല. വിപ്രൻ്റെ ജൽപ്പനങ്ങൾ ആരും ചെവിക്കൊണ്ടില്ല. അവസാനം വിപ്രൻ കുഞ്ഞിൻ്റെ മൃതദേഹവുമായി ഇല്ലത്തേക്ക് മടങ്ങി അവിടെ സംസ്കരിച്ചു. വിപ്രൻ്റെ രണ്ടാമത്തെ കുഞ്ഞും ചാവിള്ളയായിരുന്നു. വീണ്ടും വിപ്രൻ പഴയതുപോലെ ദ്വാരകയിലെത്തി പരാതി പറഞ്ഞു. അവിടെ യാതൊരു പ്രതികരണവും ഇല്ലാത്തതിനാൽ മുമ്പത്തെ പോലെ മടങ്ങി കുട്ടിയുടെ മൃതദേഹം സംസ്കരിച്ചു. 8 കുഞ്ഞുങ്ങൾ മരിച്ചപ്പോഴും ഇതുതന്നെ തുടർന്നു. 9ാമത്തെ കുഞ്ഞിൻ്റെ മൃതശരീരവുമായി ദ്വാരകയിലെത്തിയപ്പോൾ അവിടെ ധർമ്മപുത്രരുടെ അശ്വമേധയാഗത്തെപ്പറ്റി ചർച്ച നടക്കുകയായിരുന്നു. മഹർഷിമാരും പല വിശിഷ്ട വ്യക്തികളും അപ്പോൾ അവിടെ സന്നിഹിതരായിരുന്നു. ഇവർക്കെല്ലാം പുറമെ ശ്രീകൃഷ്ണൻ്റെ ആത്മമിത്രമായിരുന്ന അർജുനനും അവിടെ ഉണ്ടായിരുന്നു. കേശവനെ ബ്രാഹ്മണൻ പഴയതുപോലെ നിന്ദിക്കുകയും ശകാരവാക്കുകൾ ചൊരിയുകയും ചെയ്തത് കേട്ടപ്പോൾ വിജയന് ആ ബ്രാഹ്മണനോട് അതിയായ കോപം തോന്നി. മറ്റു മഹർഷിമാരെല്ലാം അന്യോന്യം നോക്കി മന്ദഹസിക്കുകയല്ലാതെ ഒരക്ഷരം മിണ്ടിയില്ല. പാർത്ഥൻ വിപ്രൻ്റെ കോപത്തിൻ്റെ കാരണം മനസ്സിലാക്കി വിപ്രനോട് പറഞ്ഞു, ഇനി താങ്കൾ ദുഃഖിക്കേണ്ടി വരികില്ല. താങ്കളുടെ അടുത്ത കുഞ്ഞിനെ, അതായത് 10ാമത്തെ കുഞ്ഞിനെ ഞാൻ രക്ഷിക്കും. ഇത് കേട്ടപ്പോൾ വിപ്രൻ്റെ മുഖത്ത് പരിഹാസം നിഴലിച്ചു. വിപ്രൻ പറഞ്ഞു, കേശവൻ്റെ സദസ്സിൽ വെച്ച് ഇത്രയും അഹങ്കാരത്തോടെ വീമ്പ് പറയുന്ന താങ്കൾ ആരാണ്? സാക്ഷാൽ ശ്രീകൃഷ്ണനോ ബലരാമനോ പ്രദ്യുമ്നോ അനിരുദ്ധനോ ഒന്നും പ്രതികരിക്കാത്ത ഈ സഭയിൽ ഇത്രയും അഹങ്കാരത്തോടെ എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കുമെന്ന് പറയുന്ന താങ്കൾ ആരാണ്? ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ മുമ്പിൽ കത്തിജ്വലിക്കുന്ന സൂര്യൻ്റെ മുന്നിലെ വെറും മിന്നാമിനുങ്ങാണ് താങ്കൾ. താങ്കൾ വെറും മൂഢനാണ്. എനിക്ക് താങ്കളോട് സഹതാപം തോന്നുന്നു. ഇത്രയും കേട്ടപ്പോൾ അർജുനന് കോപം ഇരട്ടിച്ചു. ഞാൻ യാദവനല്ല, ഞാൻ ക്ഷത്രിയനാണ്. കുരുക്ഷേത്ര യുദ്ധത്തിൽ കൗരവപ്പടയെ തോൽപ്പിച്ച വില്ലാളി വീരനായ അർജുനനാണ് ഞാൻ. 9 കുഞ്ഞുങ്ങളും മരിച്ച നിർഭാഗ്യവാനായ ഒരച്ഛൻ്റെ ദുഃഖം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അർജുനനാണ് എന്നറിഞ്ഞപ്പോൾ വിപ്രന് ആശ്വാസമായി. ഞാൻ അറിയാതെ താങ്കളെ നിന്ദിച്ചതിൽ ഖേദിക്കുന്നു. എങ്കിലും 10ാമത്തെ കുഞ്ഞിനെ താങ്കൾ രക്ഷിക്കുമെന്ന് സത്യം ചെയ്യേണ്ടതാണല്ലോ. ഉടൻ തന്നെ പാർത്ഥൻ തൻ്റെ ഗാണ്ഡീവം ഉയർത്തി യാദവ സഭയിൽ എല്ലാവരും കേൾക്കെ സത്യം ചെയ്തു. ഞാൻ പാണ്ഡവശ്രേഷ്ഠനായ ധർമ്മപുത്രൻ്റെ അനുജൻ ഈ ഗാണ്ഡീവം തൊട്ട് സത്യം ചെയ്യുന്നു. ഈ ബ്രാഹ്മണൻ്റെ 10ാമത്തെ കുഞ്ഞിനെ ഞാൻ രക്ഷിക്കും. അഥവാ അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ഈ ഗാണ്ഡീവത്തോടെ അഗ്നിയിൽ ചാടി മരിക്കും. ഇത് സത്യം, സത്യം, സത്യം. ഇത് കേട്ടപ്പോൾ ബ്രാഹ്മണന് അതിയായ സന്തോഷമുണ്ടായി. ഭാര്യയുടെ പ്രസവം അടുക്കാറായാൽ തന്നെ അറിയിക്കണമെന്നും വിപ്രനോട് അർജുനൻ ആവശ്യപ്പെട്ടു. ഈ പ്രതിജ്ഞ നടക്കുമ്പോൾ ഭഗവാൻ അപ്പുറത്തേക്ക് പോയിരുന്നു. പാർത്ഥൻ്റെ പ്രതിജ്ഞയെക്കുറിച്ചോ വിപ്രൻ
മടങ്ങിപ്പോയതിനെക്കുറിച്ചോ കേശവൻ ആരോടും ഒന്നും ചോദിച്ചില്ല. അല്ലെങ്കിലും ഭഗവാൻ അറിയാതെ ഈ പ്രപഞ്ചത്തിൽ എന്തെങ്കിലും നടക്കുമോ? അർജുനൻ്റെ ഈ ഉഗ്രശബ്ദം അഹങ്കാരം മുറ്റിയതാണെന്ന് സഭാവാസികൾ പരസ്പരം പറഞ്ഞു. ഭഗവാൻ കൃഷ്ണൻ ഉള്ളപ്പോൾ അർജുനൻ എടുത്ത ഈ ശബ്ദം സ്വയം വരുത്തിയ വിനയാകും. ഭാര്യയ്ക്ക് 10 മാസം തികഞ്ഞപ്പോൾ വിപ്രൻ ഹസ്തിനപുരത്തിലെത്തി പാർത്ഥനോട് വിവരമറിയിച്ചു. ഇനി ഒരാഴ്ചക്കുള്ളിൽ തൻ്റെ പത്നി പ്രസവിക്കും. അതുകൊണ്ട് താങ്കൾ ഉടൻ തന്നെ എൻ്റെ കൂടെ വരണം. ദ്വാരകയിൽ ചെന്ന് കൃഷ്ണനെയും കൂട്ടി വരാമെന്ന് വിജയൻ പറഞ്ഞെങ്കിലും വിപ്രന് അതിനോട് യോജിപ്പില്ലായിരുന്നു. താങ്കൾ എന്തിനാണ് കൃഷ്ണൻ്റെ സഹായം തേടുന്നത്? മാധവൻ എന്നോട് വിരോധം കാട്ടുന്നവനാണ്. അതുകൊണ്ട് സത്യം പാലിക്കാൻ താങ്കൾ മാത്രം വന്നാൽ മതി. അർജുനൻ അപ്പോൾ തന്നെ ആയുധമെടുത്ത് വിപ്രൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഇല്ലത്തേക്ക് തിരിച്ചു. അർജുനൻ ദിവ്യാസ്ത്രങ്ങൾ കൊണ്ട് ഈറ്റില്ലത്തിനു ചുറ്റും ഒരു ശരഗോപുരം നിർമ്മിച്ചു. ഒരു ഉറുമ്പിന് പോലും അകത്ത് കടക്കാൻ പറ്റാത്ത വിധത്തിലാണ് ഗോപുരം നിർമ്മിച്ചത്. ഈറ്റില്ലത്തിന് പുറത്ത് പാർത്ഥൻ തൻ്റെ പ്രശസ്തമായ ഗാണ്ഡീവവുമായി ഇമപൂട്ടാതെ കാവൽ നിന്നു. വിപ്രൻ്റെ ഭാര്യയെയും സൂതികർമ്മിണിയെയും അർജുനൻ തന്നെ നിരീക്ഷിച്ച് ഈറ്റില്ലത്തിലേക്ക് കടത്തിവിട്ടു. വിപ്രനാകട്ടെ ഈറ്റില്ലത്തിന് പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരുന്നു. പെട്ടെന്ന് സൂതികാലയത്തിൽ നിന്നും ഒരു നിലവിളി കേട്ടു. അപ്പോൾ സൂതികർമ്മിണി നിലവിളിച്ചുകൊണ്ട് ഓടിവന്ന് പറഞ്ഞു, ഇത്തവണ പ്രസവിച്ച കുഞ്ഞിൻ്റെ ശരീരം പോലും കണ്ടില്ല. പ്രസവം നടന്നതാണ്. എല്ലാവരും തളർന്നിരുന്നു. വിപ്രൻ വെട്ടിയിട്ട വാഴ പോലെ നിലത്ത് ബോധം കെട്ട് വീണു. ബോധം വന്നപ്പോൾ അർജുനൻ വിപ്രനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. കോപം കൊണ്ട് വിപ്രൻ അർജുനനു നേരെ തിരിഞ്ഞു. എടോ പാർത്ഥ, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, കേശവന് സാധിക്കാത്ത കാര്യം നിനക്കേനെ സാധിക്കുമെന്ന്. അഹങ്കാരം കലർന്ന ശബ്ദമാണ് നീ എടുത്തത്. കഷ്ടം, നീ സ്വയം പോഴ്ത്തുകയായിരുന്നു. കാലാരിയോട് കലഹിച്ച് പാശുപതാസ്ത്രം കരസ്ഥമാക്കിയല്ലോ. കൗരവന്മാരെ മുഴുവൻ ഹിംസിച്ചുവെന്ന്. ഇന്ദ്രൻ്റെ പ്രിയപ്പെട്ട പുത്രനാണെന്ന്. വില്ലാളി വീരനാണ്. കഷ്ടം അർജുന, കേശവൻ ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പടയാളിയുടെ തല പോലും നിനക്ക് അറുത്തിടാൻ കഴിയുമായിരുന്നു. നിന്റെ അഹങ്കാരം ഇന്നോടുകൂടി ഇല്ലാതാകാൻ വേഗം ചിതയൊരുക്ക്. ശപഥം പാലിക്കാൻ തയ്യാറാകും. വിപ്രൻ്റെ വാക്കുകൾ കേട്ട് ജാള്യതയോടെ പാർത്ഥൻ പറഞ്ഞു, ബ്രാഹ്മണശ്രേഷ്ഠ, വാക്ക് ഞാൻ പാലിക്കും. പക്ഷേ എനിക്ക് യമലോകം വരെ പോകാനുള്ള സമയം തരണം. അവിടെ എനിക്ക് പരിശോധിക്കണം. വിപ്രൻ പറഞ്ഞു, ശരി, ആയിക്കൊള്ളൂ. പക്ഷേ കുഞ്ഞിനെ കിട്ടിയില്ലെങ്കിൽ വന്ന ഉടൻ ശപഥം നിറവേറ്റണം. വിപ്രൻ്റെ അനുവാദത്തോടെ പാർത്ഥൻ യമലോകത്തേക്ക് പോയി. ദേവേന്ദ്രപുത്രനും ധർമ്മരാജാവിൻ്റെ അനുജനുമായ പാർത്ഥനെ യമരാജൻ സന്തോഷത്തോടെ സ്വീകരിച്ചു. അവിടെ എത്തിയ ജീവികളുടെ വിശദാംശം പരിശോധിച്ചു. പക്ഷേ ഇങ്ങനെ ഒരു ശിശു അവിടെ എത്തിയിട്ടില്ല. പിന്നെ യമരാജൻ്റെ അനുവാദം വാങ്ങി ദേവലോകത്തും പാതാളലോകത്തും പരിശോധിച്ചു. എവിടെയും ഇല്ല. നിരാശനായി പാർത്ഥൻ ഭൂമിയിൽ തിരിച്ചെത്തി ബ്രാഹ്മണനോട് വിവരം പറഞ്ഞു. ബ്രാഹ്മണൻ പറഞ്ഞു, തീർന്നില്ലേ നിന്റെ അഹങ്കാരം? വേഗം ചിതിയൊരുക്കി ശപഥം പാലിക്കൂ. പാർത്ഥൻ ശപഥം പാലിക്കുന്നത് കാണാൻ ജനങ്ങൾ തിങ്ങി നിറഞ്ഞു.
പാർത്ഥൻ കുളിച്ചീർണായി വന്ന് ഗാണ്ഡീവത്തോടെ അഗ്നിയെ 2 പ്രാവശ്യം വലം വെച്ചു. 3-ാമത്തെ പ്രാവശ്യം അഗ്നിയെ വലം വെച്ച് അഗ്നിയിലേക്ക് ചാടാൻ തുടങ്ങിയപ്പോൾ ബലിഷ്ഠമായ ഒരു കരം തന്നെ പിറകോട്ട് വലിക്കുന്നതായി പാർത്ഥന് മനസ്സിലായി. തിരിഞ്ഞു നോക്കിയപ്പോൾ തൻ്റെ ആത്മമിത്രമായ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ. കേശവൻ തെല്ലു ദേഷ്യത്തോടെ ചോദിച്ചു, എന്ത് അവിവേകമാണ് നീ കാണിക്കുന്നത്? അഹങ്കാരിയായ ഈ വിപ്രന് വേണ്ടി നീ അഗ്നിയിൽ ചാടുകയോ? വാക്കിലും പ്രവൃത്തിയിലും ഇവൻ ബ്രാഹ്മണനാണെങ്കിലും ചണ്ടാലിൻ്റെ സ്വഭാവമാണ് കാണിക്കുന്നത്. വരൂ, നമുക്ക് മറ്റൊരു സ്ഥലം വരെ പോകാം. എന്താണ് സംഭവിക്കുന്നതെന്ന് ചിന്തിക്കും മുൻപേ ആകാശത്തു നിന്നും വെള്ളക്കുതിരകളെ പൂട്ടിയ ഒരു രഥം ഇരുവരുടെയും അടുത്തേക്ക് പറന്നിറങ്ങി. മനസ്സിനേക്കാൾ വേഗത്തിൽ പറക്കുന്ന രഥം ഇരുവരെയും വഹിച്ചുകൊണ്ട് മേഘങ്ങൾക്കിടയിൽ മറഞ്ഞു. ആ രഥം പല ബ്രഹ്മാണ്ടങ്ങളും കടന്നുപോയി. പാർത്ഥനൊന്നും മനസ്സിലായില്ല. ഭഗവാന്റെ മുഖത്ത് പുഞ്ചിരി മാത്രം. അവസാനം രഥം അഭൗമമായ പ്രകാശത്തിൽ കുളിച്ചു നിൽക്കുന്ന ഒരു പ്രദേശത്തെത്തി. രഥം തറയിൽ അതിവേഗം ഓടാൻ തുടങ്ങി. സൂര്യസന്നിധരായ മഹർഷിമാർ, സുന്ദരികളായ സ്ത്രീജനങ്ങൾ, എങ്ങും ശോഭയേറിയ പുഷ്പങ്ങൾ, എങ്ങും പച്ചപ്പുകൾ, എന്തെന്നില്ലാത്ത സൗന്ദര്യം. കേശവൻ പറഞ്ഞു, പാർത്ഥ, നാം ഇപ്പോൾ വിഷ്ണു ലോകത്തിലാണ് എത്തിയിരിക്കുന്നത്. സാക്ഷാൽ വൈകുണ്ഠത്തിലാണ് നാം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെ വരുന്നവർക്ക് മരണവും ജനനവും ഇല്ല. നാം ഇവിടെ വന്നത് ബ്രാഹ്മണ ശിശുക്കളെ അന്വേഷിച്ചാണ്. കേശവനും വിജയനും തേരിൽ നിന്നിറങ്ങി വൈകുണ്ഠേശ്വരൻ്റെ സൗവർണ ഗോപുരത്തിനടുത്തെത്തി. 1000 സൂര്യന്മാർ കത്തിജ്വലിക്കും പോലെ അഭൗമ ദീപ്തി ചൊരിയുന്ന സാക്ഷാൽ വൈകുണ്ഠനാഥൻ കേശവനെയും വിജയനെയും ഗോപുരദ്വാരത്തിൽ സ്വീകരിച്ചു. സുവർണപീഠം നൽകി ആദരിച്ചതിന് ശേഷം നാരായണൻ പറഞ്ഞു, ഗോലോകപതി, ഞങ്ങൾക്കെല്ലാം കാരണഭൂതൻ ആണ് അങ്ങ്. സാധാരണ അവതാരങ്ങൾ ഞാൻ നിർവഹിക്കാറുള്ളപ്പോൾ ഇപ്രാവശ്യം അങ്ങ് തന്നെയാണ് പൂർണ്ണ മനുഷ്യനായി അവതരിച്ചത്. അങ്ങയുടെ പൂർണ്ണ മനുഷ്യരൂപവും അങ്ങയുടെ ആത്മമിത്രമായ വിജയനെയും ഒരുമിച്ച് കാണാൻ ആഗ്രഹിച്ചതുകൊണ്ടാണ് വിപ്രസന്താനങ്ങളെയും ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ആ വിപ്രൻ അഹങ്കാരിയായിരുന്നു. കുറച്ച് അഹങ്കാരം വിജയനും വളരുന്നുണ്ടായിരുന്നു. അതും അവസാനിപ്പിക്കണമെന്ന് കരുതി നിങ്ങളെ ഇരുവരെയും നേരിൽ കാണാനും വിജയനിൽ വളർന്നു വരുന്ന അഹങ്കാരത്തിൻ്റെ മുള നുള്ളുവാനുമാണ് ഞാൻ വിപ്രസന്താനങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. വിപ്രൻ്റെ സന്താനങ്ങളെ കൊണ്ടുപോയിക്കൊള്ളൂ. നാരായണൻ്റെ വാക്കുകൾ കേശവൻ സന്തോഷത്തോടെ ശ്രവിച്ചു. അവർ പരസ്പരം ആലിംഗനബദ്ധരായി. ഭൂമിയിലേക്ക് തിരിക്കുവാൻ കേശവൻ വിടയോദിച്ചു. 10 സന്താനങ്ങളെയും കൊണ്ട് കേശവനും വിജയനും ബ്രാഹ്മണഗൃഹത്തിലെത്തി. കേശവൻ ബ്രാഹ്മണനെ വിളിച്ചു. തൻ്റെ 10 സന്താനങ്ങളെയും കണ്ടപ്പോൾ ബ്രാഹ്മണന് ശബ്ദിക്കാൻ പോലും പറ്റാതെ അത്ഭുതസ്തബ്ധനായി ഇരുന്നുപോയി. ബ്രാഹ്മണനോട് കേശവൻ പറഞ്ഞു, ഹേ ബ്രാഹ്മണ, താങ്കളുടെ അഹങ്കാരമാണ് ഇതിനെല്ലാം കാരണം. അഹങ്കാരം സ്വഭാവത്തെ കെടുത്തും. ഇനിയെങ്കിലും സൗമ്യനും നിരഹങ്കാരിയും ആയി ജീവിക്കൂ. ബ്രാഹ്മണൻ കേശവൻ്റെ പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചു.
പിന്നീടുള്ള കാലം അദ്ദേഹം അഹങ്കാരം കളഞ്ഞ് ആനന്ദചിത്തരായി ജീവിച്ചു. ഈ കഥയിൽ ബ്രാഹ്മണൻ്റെയും അർജുൻ്റെയും അഹങ്കാരം സർവേശ്വരൻ ഇല്ലാതാക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. നന്ദി, നമസ്കാരം.